നല്ല 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 സിനിമ. അടിപൊളി. സൂപ്പറായിരുന്നു. അടിപൊളി. അടിപൊളി സീനാണ്, മാസാണ്. അതെ വെയിറ്റിംഗ് ആണ്. എനിക്ക് ടെക്നിക്കലി പടം നമ്പർ 1 ആണ്. ആർട്ട് ഡയറക്ഷൻ സാവൂസറിലെ ശ്രീപ്രസാദിന്റെ എഡിറ്റിങ് അതൊക്കെ നന്നായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. പക്ക ടെക്നിക്കൽ നമ്പർ 1 മൂവി. പക്ഷേ NTR അടിപൊളി, NTR സൂപ്പറായിട്ട്. നമ്മുടെ ഷൈൻ ടാഞ്ചൊക്കെ രാജ്യത്തിൻ്റെ അവസാനം വരെ ഉണ്ട്. എന്ന് വെച്ചാൽ ചെറിയ റോളൊന്നും ഇരിക്കുന്ന പുള്ളി അവസാനം വരെ പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി വന്നപ്പോൾ പുഷ്പയാണ് ഇച്ചിരി അങ്ങോട്ട് നന്നായിട്ട് തോന്നിയത്. കാടും കടലുമായിട്ട് അവർ മത്സരം വെച്ചത്, പക്ഷേ കാട് ജയിച്ചു. ഒരു പക്ക ടെക്നിക്കലി പടം നല്ല പെർഫെക്ഷനിൽ ലാസ്റ്റ് വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു പെർഫെക്ഷൻ കിട്ടിയില്ല. പുഷ്പയുടെ പെർഫെക്ഷൻ കിട്ടിയിട്ടില്ല. അതുള്ള സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ് ആണ്. NTR നന്നായിട്ടുണ്ട്. NTRന്റെ 2 ഡബിൾ റോൾ രണ്ടുപേരും നന്നായിട്ട് NTR ചെയ്തിരിക്കുന്നത്. എനിക്കൊരു ചെറിയൊരു സംഭാഷണം എന്ന് വെച്ചാൽ മലയാളത്തിലേക്കുള്ള ഡബിങ് അത്ര സുഖമായിട്ടില്ല, കിട്ടില്ല. അവസാനത്തെ ക്ലൈമാക്സിലൊക്കെ അനിരുദ്ധ് കയറി തകർത്തിട്ടുണ്ട്. എനിക്കൊരു വ്യത്യാസം വന്ന് എനിക്ക് തോന്നിയത് ഡബിങ് ഇത് സംഭാഷണം വന്ന് മലയാളത്തിലേക്ക് വന്നപ്പോൾ കൽക്കിയുടെ പോലെ ഒരു സുഖമായില്ല. കൽക്കിയുടെയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു മലയാളത്തിലെ ഇത് മാറ്റം. പക്ഷേ ഇത് അത്ര സുഖമായിട്ടില്ല. നമുക്ക് അറിയാം എടുത്ത് എന്തോ ഒരു പോരായ്മ. വേറെ പടം ടെക്നിക്കലി നമ്പർ കാണാനുണ്ട് കേട്ടോ. വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റായിട്ട് വാച്ച് ചെയ്യാനായിട്ടുള്ള പടമുണ്ട്. അതുപോലെ ടെക്നിക്കൽ വർക്ക് കിടിലനായിട്ടുണ്ട്. ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കാണാനുണ്ടോ ഉറപ്പായിട്ടും. ഓക്കെ, അടിപൊളി പടമാണ്. അതായത് NTRന്റെ ഒരു നല്ലൊരു കംബാക്ക് ആയിരുന്നു. കംബാക്ക് മീൻസ് നല്ല ആ NTRന്റെ ലെവൽ ഓഫ് സംഭവം തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരോട് നെഗറ്റീവ് പറയണ്ടേ, പക്ഷേ ഇതൊരു തെലുങ്ക് കൊമേഴ്ഷ്യൽ മൂവിയായിട്ട് കാണുകയാണെങ്കിൽ ഇത് അടിപൊളി പടമാണ്. അതായത് 2 റോളും ആളുടെ രീതിയിൽ നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് പറയണ്ട, എല്ലാ സിനിമയിലെ പോലെ അടിപൊളിയായിട്ട് പുള്ളി സ്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പടം അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സിലുള്ളൊരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് റൊമാൻസിഫിക്കേഷൻ വന്നായിരുന്നു. നൈസായിരുന്നു ആ ഒരു സീൻ, ക്ലൈമാക്സിലുള്ള സാധനം. പിന്നെ ഇതിൽ നമ്മുടെ ഷൈൻ ടോം ജോക്കയുടെ ഒക്കെ പെർഫോമൻസ് ഒക്കെ നൈസായിരുന്നു. ഇതിൽ എടുത്തു പറയാനുള്ളത് എല്ലാവരും തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് പോയി കാണുന്നതായിരിക്കും നല്ലത്. മലയാളം കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കരമായിട്ടുള്ള ക്രിഞ്ചായിട്ടുള്ള ഡയലോഗ്സ് നമുക്ക് ഫീൽ ചെയ്ത് മലയാളം കണ്ടുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് ആയിരിക്കും ഈ ഒരു സിനിമ കാണണമെങ്കിൽ, നല്ലൊരു ആസ്വദിച്ച് തിയേറ്ററിൽ നിന്ന് കാണണമെങ്കിൽ മസ്റ്റായിട്ട് തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് കാണും. മലയാളം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് തന്നെ ചിരി വരുള്ളൂ. ഇമോഷണൽ സീൻസൊക്കെ ചിരി വരുന്നത് ഈ മലയാളത്തിലെ ഓരോ ഡയലോഗ്സിൻ്റെ ഒരു പോരായ്മകളോടാണ് ആ ഒരു ഇത് വന്നത്. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പടം അടിപൊളിയാണ്. തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്യാനുള്ള അടിപൊളി മൂവിയുണ്ട്. മലയാളം ഡബിങ് നല്ല രീതിയിൽ മോശമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് എന്തായാലും ചിരി വരും, കാരണം ഇതിലുള്ള ഓരോ ഡയലോഗ് മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നത് കൈരളി TV ചെയ്ത് വെക്കണ ഒരു സെറ്റപ്പ് സംഭവമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പടം അടിപൊളിയാണ്. അത് തമിഴിലോ തെലുങ്കിലോ നിങ്ങൾ കാണുകയാണെങ്കിൽ തിയേറ്ററിൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. NTRന്റെ ഒരു അഴിഞ്ഞായിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ്. പിന്നെ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, VFX, എഡിറ്റിങ്, DOP അതൊക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ മലയാളത്തിലോട്ട് ഡയലോഗ് എഴുതിയത് മാത്രം ഒരു നെഗറ്റീവ്, നമുക്കത് ഒരു അക്സെപ്റ്റ് ആവാൻ പറ്റുന്നൊരു, അതാണ് എൻ്റെ നെഗറ്റീവായിട്ട് തോന്നിയത്. NTRന്റെ ഒരു പടം കാണുക എന്നുള്ള ലെവലിൽ നോക്കുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് സൂപ്പറാണ്. അനിരുദ്ധിൻ്റെയാണ് മ്യൂസിക്, അത് പടത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഒരു കന്നഡ സിനിമ RRR കാണുമ്പോൾ ഒരു വൈബ് കിട്ടുന്നില്ല. NTRന്റെ ഒരു ആക്ടിങ് സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ പടം പെർഫെക്റ്റ് ആണ്. ഡയലോഗ് പ്രസൻറ്റേഷൻ്റെ ഒരു മലയാളത്തിലോട്ട് വന്നപ്പോഴത്തേക്കുള്ള ഒരു എന്താ പറയുക, ആ ഒരു നെഗറ്റീവ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ഓരോ കൊള്ളാം, കണ്ടിരിക്കാം. പിന്നെ സെക്കൻഡ് പാർട്ട് വെച്ചിട്ടാണ് പടം നിർത്തിയേക്കണത്. നോക്കാം. പടം കുഴപ്പമില്ല, നല്ല പടമാണ്. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. NTR അടിപൊളി പെർഫോമൻസ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സെക്കൻഡ് പാർട്ടുണ്ടോ? സെക്കൻഡ് പാർട്ടാണ്, അങ്ങനെയാണ് അവസാനം കാണിക്കുന്നത്. വെയിറ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ്. നല്ല സിനിമ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ അടിപൊളി മ്യൂസിക്കാണ്, ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ റിപ്പീറ്റായിട്ട് കേൾക്കാൻ തോന്നുന്ന ഒരു സെക്കൻഡ് പാർട്ടുണ്ട്. അങ്ങനെയാണ് അവസാനിക്കണം. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞാണ് അവസാനിക്കണം. കുഴപ്പമില്ല.